ഡോക്ടർ പ്രമീള ദേവി നേരത്തെ പറഞ്ഞത് കേട്ടില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ആവർത്തിക്കാം. ഓക്കെ, നമസ്കാരം. ഞാന് പറഞ്ഞു വന്നത് ശ്രീ വസന്ത് രണ്ട് വിമർശനങ്ങളാണ് എന്റെ അഭിപ്രായത്തിന് നേരെയുള്ളത്. ആദ്യത്തേത്, ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ BJP നേതൃത്വം നൽകുന്ന മുന്നണി പറഞ്ഞു മമതാ ബാനർജി അവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു അവർ ഇന്ത്യ സഖ്യത്തിന്റെ നടുനായകത്വം വഹിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആരോപണം. ഞങ്ങൾ പറയുന്നത് എന്തുമായിക്കോട്ടെ, ഞങ്ങൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഇന്ത്യ സഖ്യത്തിന് മമതാ ബാനർജിയുമായി ഒരു ബന്ധമുണ്ട്. വേണ്ട, മമതാ ബാനർജി പുറത്തു നിന്ന് പിന്തുണ തരുന്നു എന്ന് പറഞ്ഞിട്ടു. ഇത്രമാത്രം അക്രമങ്ങൾ നടക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി, അതായത് ഏതെങ്കിലും BJP-കാരനല്ല, ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയാണ് നിരീക്ഷിച്ചത്. സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ പൂർണ്ണമായും താറുമാറായിരിക്കുന്നു എന്ന്. പോലീസിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായും ഈ വലിയ ആൾക്കൂട്ട ആക്രമണത്തെ കുറിച്ച് എന്ന് പറഞ്ഞതും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസാണ്. ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് ലോ ആൻഡ് ഓർഡർ താറുമാറാകുന്ന തരത്തിൽ ഭരണം നടത്തുന്ന, മാത്രമല്ല യാതൊരു നിർദ്ദയത്വവും കുറയ്ക്കാതെ ആവർത്തിച്ച് ഇത് സംഭവിക്കാൻ അവസരം കൊടുക്കുന്ന മമതാ ബാനർജി അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല, പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ പുറത്തു നിന്നുള്ള മമതാ ബാനർജിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഇന്ത്യ സഖ്യം തയ്യാറാണ്. രണ്ടാമത്തേത്, ഇതിനു പകരം രാജസ്ഥാനിലും BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്ന അത്രയും ആണോ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്? പശ്ചിമ ബംഗാളിൽ ആക്രമണങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിത്യസംഭവമായതുകൊണ്ടാണല്ലോ, കൊള്ളയും കൊലപാതകവും നിത്യസംഭവമായതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത് അവഗണിക്കുക. കാരണം അദ്ദേഹത്തെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സന്ദേശ് ഖലിയിൽ കൂട്ടമാനഭംഗം നടക്കുമ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ, ഗവർണറുടെ 48 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന നിർദ്ദേശം കൊണ്ട് CBI അറസ്റ്റ് ചെയ്യുമ്പോൾ, ജയിലിൽ അയാൾക്ക് അന്യായമായ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ, ഇത് മറ്റേതെങ്കിലും സംസ്ഥാനവുമായി താരതമ്യം ചെയ്ത് ലാഘവപ്പെടുത്തേണ്ട വിഷയമല്ല. പശ്ചിമ ബംഗാൾ, പ്രിയപ്പെട്ട അനിൽ താങ്കൾ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യമാണ്. ഇനി താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, ഈ പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ടാൽ രാജ്യത്തെ ഫെഡറലിസം താറുമാറാക്കുന്നു, രാജ്യത്ത് ഫാസിസം അഴിഞ്ഞാടുന്നു എന്ന് പറയാൻ ഇന്ത്യ സഖ്യം അതിന്റെ നേതാക്കൾ തയ്യാറാവുകയില്ല എന്ന് നമ്മൾ ആരും വിശ്വസിക്കുകയില്ല. നരേന്ദ്രമോദിയുടെ ഫാസിസത്തിന്റെ സൂചനയാണ് പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ടത് എന്ന അടുത്ത ആരോപണത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് പോകാനുള്ള ഒരവസരം തന്നെയായി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദിയല്ല എന്ന് ഞാൻ IMIയുടെ പ്രതിനിധി ഡോക്ടർ ശശിധരൻ കൂടിയുള്ള ഈ വേദിയിൽ വളരെ വേദനയോടെ സംബന്ധിച്ചു. മമതാ ബാനർജി വളരെ ദുശ്ശാഠ്യക്കാരിയായ, അതിശക്തയായ, വളരെ ഗൂഢമായ താല്പര്യങ്ങളുള്ള ഒരു ഭരണാധികാരിയാണെന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് എതിർഭാഗത്ത് CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഇതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുന്നതിനപ്പുറം മറ്റൊരു വാഞ്ച ഇല്ലാത്ത തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ ദുർവാശികളിൽ, അവരുടെ അധികാര ഭ്രാന്തിൽ ഒരു മനുഷ്യജീവൻ, പ്രത്യേകിച്ച് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ ദിനരാത്രങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഡോക്ടറുടെ ജീവൻ പൊലിയാൻ പാടില്ല. ഡോക്ടർ പ്രമീള ദേവി, രാജ്ഭവനിൽ ഗവർണർ പോലും സുരക്ഷിതനല്ല പശ്ചിമ ബംഗാളിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഡോക്ടർ ആനന്ദ ബോസ് അവിടെയുള്ള പോലീസുകാരെ മൊത്തം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗവർണറുടെ അവസ്ഥ, പശ്ചിമ ബംഗാൾ ഗവർണറുടെ അവസ്ഥയാണത്. അപ്പൊ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവസ്ഥ എന്താണ്? അതെ, വളരെ ദയനീയമാണ്. മാത്രമല്ല ശ്രീ വസന്ത് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, അതായത് ആനന്ദബോസിനെതിരെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചപ്പോ
ആനന്ദബോസ് അതിൽ ഇൻവോൾവ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ എന്റെ മനസ്സിൽ വളരെ വേദനയോടെ നമ്മുടെ സോളാർ കേസിന്റെ കോലാഹലങ്ങളാണ് ഓർമ്മ വന്നത്. ഈ ഒരു പാവം മനുഷ്യനെ വേട്ടയാടി ഒരു സ്ത്രീയെ ഉപയോഗിച്ച് അങ്ങേര് വളരെ ദോഷമായ കാര്യങ്ങൾ ചെയ്തു എന്ന് CPM എങ്ങനെ സ്ഥാപിച്ചുവോ അത് മറന്നു കളയാൻ മാത്രം സമയം കോൺഗ്രസ്സുകാർക്കായോ? അപ്പോ ഒരാളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ട് ആരോപണം ഉന്നയിച്ചാൽ മതി എന്ന് CPM നിസ്സംശയം തെളിയിച്ച ഈ കാലത്ത് സമകാലിക ജീവിതത്തിൽ ആനന്ദബോസിനെതിരെ ഉണ്ടായ ഒരു ആരോപണം ആനന്ദലബ്ധിയായിരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പക്ഷെ നമ്മുടെ മുൻപിലുള്ളത് ഗവർണർ മുതൽ സാധാരണക്കാരിയായ തെരുവിൽ കടത്തിണ്ണയിൽ ഉറങ്ങുന്ന സ്ത്രീകൾ വരെ അങ്ങനെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകള് പശ്ചിമ ബംഗാളിലുണ്ട്. പശ്ചിമ ബംഗാളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാം, ഇത്രത്തോളം വികസനം തൊട്ട് തീണ്ടാത്ത മറ്റൊരു സംസ്ഥാനം ഉണ്ടാവില്ല. അത്രമാത്രം നാശോന്മുഖമാണ് അവിടെ ജീവിതം. അവിടെ തെരുവിലുറങ്ങുന്ന സ്ത്രീയും രാജ്ഭവനിൽ കഴിയുന്ന ബഹുമാന്യനായ ഗവർണറും ഒക്കെ ഒരേപോലെ അരക്ഷിതരായിരിക്കുന്നത് മമതാ ബാനർജിയുടെ അധികാര ഭ്രാന്ത്, എന്ത് ചെയ്തും അധികാരം നിലനിർത്താനുള്ള അവരുടെ അഭിനിവേശം ഇതിന്റെയൊക്കെ തെളിവ് തന്നെയാണ്. അവര് വേണമെങ്കിൽ ബംഗ്ലാദേശ് ആക്കി മാറ്റും പശ്ചിമ ബംഗാളിനെ. നാളെ അവർക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ അവരെന്തിനും തയ്യാറാകും. അല്ല, അവരുടെ ഒരു പ്രസ്താവന 2012 അവരുടെ ഒരു പ്രസ്താവന ഇത് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ ഇടപഴകുന്നതിനാലാണ് ബലാത്സംഗങ്ങൾ പെരുകുന്നത് എന്നാണ് 2012 അവർ പ്രസ്താവന ഇറക്കിയത്. ആ ഒരു ചിന്താഗതി ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ് അവർ. അതെ, അത്ര ഒരു കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനിൽ, ഇന്ന് പശ്ചിമ ബംഗാൾ, ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഭാരതം ചിന്തിക്കുന്നു എന്നായിരുന്നു. ബംഗാൾ ഭാരതത്തിന് വഴികാട്ടിയായിരുന്നു. ഒരു പകൽ മുൻപേ ചിന്തിക്കേണ്ടത് നാളെ ചിന്തിക്കേണ്ടത് ഇന്നേ ചിന്തിക്കുന്ന ഏറ്റവും ജ്ഞാനികളുടെയും ചിന്തകരുടെയും തത്വചിന്തകരുടെയും കവികളുടെയും ദേശസ്നേഹികളുടെയും ഒക്കെ നാടായിരുന്നു ബംഗാൾ. ആ ബംഗാളിനെ നമ്മൾ മുറിക്കാൻ അനുവാദം കൊടുത്തു. ബംഗാൾ മുറിച്ചു മാറ്റി. ഇന്നത്തെ ബംഗാൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് മമതാ ബാനർജിയെ പോലെ ഒരു ഭരണാധികാരിയെ ഏതു സാഹചര്യത്തിലും 100% ഡിസോൺ ചെയ്യുക, അവരെ കൈയൊഴിയുക, അവരെ തള്ളിപ്പറയുക, അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള കണ്ടീഷണൽ ക്ലോസ് ഒന്നുമല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുന്നു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നൊരു കണ്ടീഷണൽ ക്ലോസിന്റെ ആനുകൂല്യം, സൗജന്യമൊന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല. തെറ്റൊരിക്കലല്ല. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിക്ക് നിരന്തരം തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നു. അത് തെറ്റ് പറ്റുകയല്ല, തെറ്റ് പറ്റിക്കുകയാണ്. എന്തായാലും ശരി, ഡോക്ടർമാരുടെ ജീവന് വിലയുണ്ട്. അവരെ സംരക്ഷിക്കണം. ജീവന്റെ പരിപാലകരാണവർ. ജീവന്റെയും സമാധാനത്തിന്റെയും പരിപാലകരാണവർ. അവർക്കെതിരെ ആശുപത്രി അധികൃതരുടെ ഒത്താശയോടെ ആവണം, മമതാ ബാനർജിയുടെ പോലീസിന്റെ ഒത്താശയോടെ ആവണം ഇതൊക്കെ നടന്നതെങ്കിൽ. നിർബന്ധമായും അവർക്ക് ശിക്ഷ കിട്ടിയേ മതിയാകൂ. ബഹുമാന്യനായ ഡോക്ടർ ശശിധരൻ പറഞ്ഞതുപോലെ തീർച്ചയായും ആശുപത്രി സംരക്ഷണ നിയമങ്ങൾ കടുകിട തെറ്റാത്ത വിധം നടപ്പിലാക്കപ്പെടണം. ഇനി ഒരിടത്തു പോലും ഒരു ഡോക്ടറുടെ, ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കപ്പെടാൻ പാടില്ല, ആക്രമിക്കപ്പെടാൻ പാടില്ല. അവര് ജോലി ചെയ്യട്ടെ നമുക്ക് വേണ്ടി, അവർ പ്രവർത്തിക്കട്ടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, അവരുണർന്നിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, നമ്മുടെ ആയുസ് കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ് എനിക്ക് പറയാൻ.